കൊച്ചി ഒരു സുന്ദരിയാണ്. പക്ഷേ ആ സൗന്ദര്യം ഇങ്ങനെ റോഡിലൂടെ പോയാൽ പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അറബിക്കടലിന്റെ ഓളപ്പരപ്പിലൂടെ ഒരു ചായയൊക്കെ കുടിച്ച് ചീനവലയും ബോൾഗാട്ടി പാലസും DP വേൾഡും വൈപ്പിൻ ഹാർബറും വില്ലിംഗ്ടൺ ഐലൻഡും എല്ലാം ഒരു ഫ്രെയിമിൽ എന്ന പോലെ കണ്ട് ആസ്വദിക്കണം. അതിന് പറ്റുന്ന ഒരു കുഞ്ഞു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിലാണ്. നമ്മൾ 2 മണിക്കൂർ നീളുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതും കൊച്ചി കായലിലൂടെ നമ്മൾ ഈ ബോട്ടിലാണ് പോകുന്നത്. ബോട്ടിന്റെ പേര് ഇന്ദ്ര ബോട്ട് എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പവേർഡ് ക്രൂസ് ആണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂറത്തെ കായൽ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. അതായത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനും സുഭാഷ് പാർക്കിനും അടുത്തുള്ള മെയിൻ ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചിക്കും വില്ലിംഗ്ടൺ ഐലൻഡിലേക്കും ഒക്കെ പോകുന്ന ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് യാത്ര പോകാനായിട്ട്. വണ്ടികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക് 30 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. നമ്മൾ 3 മണിക്കൂർ നേരത്തേക്കുള്ള ചാർജാണ് എടുത്തിരിക്കുന്നത്. 1 മണിക്കൂറിന് 30 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ബോട്ട് ജെട്ടിയിലേക്ക് പോവാം. നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്ന ടിക്കറ്റ് കൗണ്ടർ വൈപ്പിനിലേക്ക് പോകാനുള്ളതും ഇടതുവശത്തായിട്ട് കാണുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലേക്ക് പോകാനുള്ളതുമാണ്. നമ്മളപ്പോൾ ഏതെങ്കിലും ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഇന്ദ്ര ബോട്ടിൽ പോകാനാണെന്നുള്ളത്. അപ്പോൾ അവർ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇടതുവശത്ത് കാണുന്ന ആ ഒരു വലിയ ഗേറ്റിലൂടെ അകത്തേക്ക് കൊണ്ടുപോകും. ഇന്ദ്ര ബോട്ടിലെ ടിക്കറ്റ് ആ ബോട്ടിനകത്ത് കയറിയിട്ടാണ് തരുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അകത്തേക്ക് കയറി. ബോട്ട് 100 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ്. അതും താഴെ ഫുള്ളായിട്ട് എയർ കണ്ടീഷൻഡ് ആണ്. ഈ ബോട്ട് 2 ഡെക്കാണ്. മുകളിൽ ഓപ്പൺ എയർ പോലെയാണ്, താഴെയാണ് ഇരിക്കാനുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വരുമ്പോൾ തന്നെ ശരിക്കും ബോട്ടിലുള്ള എല്ലാവരും തന്നെ നമ്മളോട് നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എല്ലാവരും വന്ന് ഇങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഈ സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അധിക പേരൊന്നും അറിഞ്ഞിട്ടില്ല. ന്യൂസ് കണ്ട കുറച്ച് പേരാണ് വന്നിരിക്കുന്നത്. നമ്മളും ന്യൂസ് കണ്ടിട്ടാണ് വന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സർവീസിൻ്റെ ആദ്യത്തെ വീഡിയോ എടുക്കുന്നത് നമ്മളാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു ആദ്യമായിട്ട് വന്നത് ഞാനാണെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഈ ബോട്ടിൽ നിൽക്കുമ്പോൾ ഈ ബോട്ട് ജെട്ടിയിലേക്ക് വരുന്ന ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. ഫോർട്ട് കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന ബോട്ടുകൾ കാണാം. അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നതും പോകുന്നതും ആ ബോട്ട് പോകുന്നതും ഒക്കെ കാണാം. നമ്മുടെ ബോട്ട് എടുക്കുന്നത് 4 മണിക്കാണ്. അങ്ങനെ കറക്റ്റ് 4 മണിക്ക് തന്നെ ബോട്ട് എടുത്തു. യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഈ യാത്രയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഏതൊക്കെ വഴിയിൽ കൂടെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് സാധാരണ നമ്മളിങ്ങനെ ടൂറിസ്റ്റ് ബോട്ടുകളിലൊക്കെ പോകുമ്പോൾ തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം നമ്മൾ കയറിയ ബോട്ട് ജെട്ടിയെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം കാണുന്നത് മറൈൻ ഡ്രൈവ് ആണ്. ഏകദേശം 3-3.5 കിലോമീറ്റർ നീളമാണ് എറണാകുളം മറൈൻ ഡ്രൈവിനുള്ളത്. നമ്മൾ സാധാരണ മറൈൻ ഡ്രൈവിൽ വരുമ്പോൾ നമ്മൾ ആ റോഡിൽ നിന്ന് കയറുന്ന ഒരു വ്യൂ അല്ലേ മറൈൻ ഡ്രൈവിൻ്റെ കാണുന്നത്. പക്ഷേ കൊച്ചി കായലിൽ നിന്ന് മറൈൻ ഡ്രൈവിൽ നോക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ്, വേറൊരു ഭംഗി തന്നെയാണ്. 3 പാലങ്ങളും പിന്നെ ഒരുപാട് മരങ്ങളും അതിനകത്ത് കുറേ പൂക്കളും പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. അത് ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടുകൾ ഇങ്ങനെ ഈ തീരത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാണാം. പിന്നെ ഉള്ളത് ഒരുപാട് ബോട്ടുകൾ കൊച്ചി കായലിലൂടെ പോകുന്നത് കാണാം യാത്രക്കാരുമായിട്ട്. പിന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ, അത് നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ ഈ കൊച്ചി കായലിന് ചേർന്നിങ്ങനെ നിൽക്കുന്നത് കാണാം. ഭയങ്കര രസമാണ് കാണാൻ. ശരിക്കും നമുക്ക് വിദേശത്തുള്ള വീഡിയോസൊക്കെ കാണത്തില്ലേ, ഇപ്പോൾ തുർക്കി ഇസ്താംബുളിലെ വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ വെനീസിലെ വീഡിയോസൊക്കെ കാണത്തില്ലേ, അവിടെയൊക്കെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഭംഗി തന്നെയാണ് എൻ്റെ അകത്ത് ഇരിക്കുമ്പോഴും തോന്നുന്നത്. ശരിക്കും ഒരു അതിശയോക്തിയൊന്നും പറഞ്ഞതല്ല, നമ്മൾ ഏതോ ഒരു വിദേശ രാജ്യത്തൂടെ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീല് നമുക്ക് ഈ ബോട്ടിൽ പോകുമ്പോൾ കിട്ടും. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് കഴിഞ്ഞ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനലിലെത്തി. ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. നമ്മൾ ഇതിന് മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട് വാട്ടർ മെട്രോയുടെ. ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിനിലേക്കും പിന്നെ വൈറ്റില ടു കാക്കനാട് വാട്ടർ മെട്രോയും ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിരിക്കുക, ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. ഈ ബോട്ടിന് ഡെയിലി 2 സർവീസുകളാണുള്ളത്. രാവിലെ 11 മണിക്കും പിന്നെ ഒന്ന് വൈകുന്നേരം 4 മണിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനൊരു സർവീസ് തുടങ്ങിയിരിക്കുന്നത്. കൊച്ചി കായലിലൂടെ ഏകദേശം 2 മണിക്കൂറാണ് യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി പാലസ്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വൈപ്പിൻ, പിന്നെ വൈപ്പിൻ ഹാർബർ, ഫോർട്ട് കൊച്ചി, വില്ലിംഗ്ടൺ ഐലൻഡ്, ഈ സ്ഥലങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 300 രൂപയും കുട്ടികൾക്ക് 150 രൂപയാണ് വരുന്നത്. നമുക്ക് ഈ യാത്ര നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വേണമെന്നുള്ളവർ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ യാത്ര തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. താഴെ നമുക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള ഫുൾ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ മൈക്കും സ്പീക്കറും ഒക്കെ ഉണ്ട്. അപ്പോൾ പാട്ടൊക്കെ പാടാൻ അറിയുന്നവർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കാൻ അറിയുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലത്തെ ഡെക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ കാഴ്ചകൾ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാമല്ലോ. താഴെ ആരും തന്നെ ഇരിക്കുന്നില്ല, AC ആണെങ്കിലും എല്ലാവരും തന്നെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിലത്തെ ഡെക്കും നല്ല വിശാലമായതാണ്. നമുക്ക് ഇരിക്കാനും നന്നായിട്ട് കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ബോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ സോളാർ ക്രൂയിസ് ആണത്. നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ സോളാർ പാനൽസ് കാണാൻ പറ്റും. ഏകദേശം 3.7 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. 25 കിലോ വാട്ടിൻ്റെ സൗരോർജ്ജ സംവിധാനത്തിലൂടെയാണ് ബോട്ടിൻ്റെ പ്രവർത്തനം. സൗരോർജ്ജം കുറവുള്ള സമയത്ത് കറണ്ട് ചാർജ് ചെയ്തും ഈ ബോട്ട് പ്രവർത്തിപ്പിക്കാം. ഇപ്പം നമ്മൾ കാണുന്നത് ലുലു ഗ്രാൻഡ് ഹയാത്താണ്. ഹയാത്തിൻ്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് കാണുന്നത്. ഈ ബോട്ടിൽ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു ഫുഡ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബോട്ടിലാണ് വരുന്നതെങ്കിൽ, അതായത് 11 മണിക്കത്തെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയണം. ലഞ്ചിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. വൈകുന്നേരത്തെ ട്രിപ്പിനാണെന്നുണ്ടെങ്കിൽ ചായ ഫ്രീ ആണ്, പക്ഷേ സ്നാക്സിന് നമ്മൾ പൈസ കൊടുക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് ബോൾഗാട്ടി പാലസ് ആണ്. ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ കൂടിയിട്ടാണ്. മൈ ബോസിന്റെ ഒരു പ്രധാന ലൊക്കേഷനും ബോൾഗാട്ടി പാലസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് സാഗര റാണി ബോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നും അറബിക്കടലിലേക്കാണ് പോകുന്നത്. ഏകദേശം 3 മണിക്കൂർ വരുന്ന യാത്രയാണ്. അതും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാം. നമുക്കിപ്പോൾ സാധാരണ കടലിലേക്കൊന്നും ഇങ്ങനെ ഒരു യാത്രയൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ ബോട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നമുക്ക് കടലിലേക്ക് കയറി യാത്ര ചെയ്യാം. അതിൻ്റെ ഒരു ഫീലും സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ആ ബോട്ടിൽ പോകുന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1 മണിക്കൂർ ആകാറായി. ഇപ്പം നമ്മൾ കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. ഒരുപാട് കണ്ടെയ്നറുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതും ലോറിയിൽ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതും പിന്നെ ഈ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഒരു ഫുൾ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് വല്ലാർപാടം ടെർമിനൽ. ഇതിൻ്റെ നടത്തിപ്പുകാർ ദുബായ് പോർട്ട് വേൾഡ് ആണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നത് വൈപ്പിനിലേക്കാണ്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വൈപ്പിനിലെ ഗോശ്രീ പാലത്തിൻ്റെ 3ാമത്തെ പാലം കാണാം. അതിൻ്റെ താഴെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. അത് ഫിഷിങ്ങിന് പോകുന്ന ബോട്ടാണ്. വൈപ്പിനിലെ ഹാർബർ നമുക്ക് കാണാൻ പറ്റും. പാലത്തിൻ്റെ മുകളിൽ കൂടെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. ഈ വൈപ്പിൻ വരെ വന്നിട്ട് പിന്നെ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ബോട്ട് പോകുന്നത്.
വൈപ്പിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അടിപൊളി കാഴ്ചകൾ കാണാം. ഇങ്ങനെ ചെറിയ വള്ളങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോകുന്നതും പിന്നെ വലിയ ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നതും ഹാർബറിലെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ താഴേന്ന് നമ്മൾ മുകളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഈ ബോട്ടിലെ ചേട്ടന്മാർ തന്നെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അവർ വന്ന് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ബോട്ടിൽ പോകുന്നതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളടുത്തും വന്നു, നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആലപ്പുഴ സി കുട്ടനാട് ചെയ്ത കാര്യം, അതായത് ഞാൻ 2 വട്ടം പോയിട്ടുണ്ട് സി കുട്ടനാടിൽ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു. നമുക്ക് ഏതൊരു സർക്കാർ ബോട്ടിൽ പോകുന്നത് പോലെയും അല്ല ഈ ബോട്ടിൽ പോകുന്നത്. ഭയങ്കരമായിട്ട് അവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നിന്ന് വെറുതെ കാശ് വാങ്ങിയിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോയിട്ട് വരിക അല്ല ചെയ്യുന്നത്. നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. വൈപ്പിൻ ഹാർബറിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വൈപ്പിൻ വാട്ടർ മെട്രോ ടെർമിനലിലേക്കാണ്. ഹൈക്കോർട്ട് നടക്കുന്ന വാട്ടർ മെട്രോ വരുന്നത് ഈ ടെർമിനലിലാണ്. ഈ വൈപ്പിൻ ടെർമിനലിനോട് ചേർന്ന് തന്നെയാണ് വൈപ്പിൻ മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ജങ്കാർ സർവീസിൻ്റെ ബോട്ട് ജെട്ടി ഉള്ളത്. ജങ്കാർ സർവീസ് റോറോ സർവീസ് എന്നും പറയും. അതിനകത്ത് നമുക്കും പോവാം, നമുക്ക് വണ്ടിയും കൊണ്ടുപോകാം. അപ്പം ശരിക്കും ഈ റോഡിലൂടെയുള്ള ബ്ലോക്ക് എന്നൊക്കെ ഭയങ്കര ഒരു എസ്കേപ്പ് ആയിരിക്കും. ഒത്തിരി നേരം നമുക്ക് റോഡിൽ കിടക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താനും പറ്റും. യാത്രയും ആസ്വദിച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്ത് നിന്നുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ പോയി ഒരു ചായ ഓർഡർ ചെയ്തു. അങ്ങനെ ചായയും കൊണ്ടുവന്ന് ചീന വലകളൊക്കെ നോക്കിയെന്ന് ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ബോട്ടിന് ഇതുവരെ ഇല്ലാത്തൊരു ഒലച്ചിൽ. ഇത്രയും നേരം ഇങ്ങനെ ഒരു ഒലച്ചിൽ ഉണ്ടായില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ കടലിലേക്ക് കയറി, കുറച്ച് അത്യാവശ്യം ബോട്ട് ഒലയുന്നുണ്ട്. അങ്ങനെ നിന്നവരെല്ലാം തന്നെ പോയി ഇരിക്കാൻ തുടങ്ങി. ഈ ബോട്ടിൻ്റെ ഒലച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ കടലിലേക്ക് കയറിയത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ ഫിഷിംഗ് ബോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒലച്ചിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം നമ്മൾ ഇങ്ങനെ ബോട്ട് ഒലയുന്നുണ്ടെന്ന്. പക്ഷേ ഭയങ്കര സേഫാണ്, നമുക്ക് നിന്നാൽ തന്നെ നമ്മൾ വീഴൂല. എന്നാലും ഒരു പേടി കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയിരിക്കും. അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് അകലെ നമുക്ക് LNG ടെർമിനൽ കാണാം. വലിയ 2 ടാങ്കൊക്കെ ആയിട്ട് LNG ടെർമിനൽ കാണാം. കടലിൻ്റെ അങ്ങറ്റത്തായിട്ട് കുറേ കപ്പലുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. നമ്മൾ കുറച്ച് നേരം കടലിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തി. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ കാഴ്ചകളും ബീച്ചിനോട് ചേർന്നിട്ടുള്ള ചീന വലകളൊക്കെയാണ് ഇനിയുള്ള കാഴ്ച എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആസ്പിൻ വാൾ എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് എത്തും. ആസ്പിൻ വാൾ മിക്കവർക്കും അറിയായിരിക്കും. നമ്മൾ കൊച്ചിയിൽ ബിനാലെ നടക്കുമ്പോൾ ബിനാലയുടെ ഒരു മെയിൻ വേദി എന്ന് പറയുന്നത് ആസ്പിൻ വാളാണ്. അപ്പോൾ ആസ്പിൻ വാളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്.
കൊച്ചിയിലെ കാഴ്ചകൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ്. വില്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിയാൽ അവിടെ ഒരു വലിയ പാർക്കും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. വാക്ക് വേ തീരുന്നിടത്താണ് വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ബോട്ട് ജെട്ടി വരുന്നത്. അപ്പോൾ എറണാകുളം മെയിൻ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഐലൻഡിലേക്ക് നമ്മൾ ബോട്ട് കയറുകയാണെങ്കിൽ ഈ ബോട്ട് ജെട്ടിയിലാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ ഏകദേശം അവസാനിക്കാറായി. പക്ഷേ ഒരു സംഭവം കൂടെ ഉണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഡോൾഫിൻ പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് ഡോൾഫിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ലക്കാണ്, എപ്പോഴും ഒന്നും കാണില്ല. രാവിലത്തെ സർവീസിൽ ഇവർ ഡോൾഫിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ഇത് ഡോൾഫിൻ പോയിന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തൊട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ മാത്രമല്ല, നമ്മുടെ ബോട്ടിലുള്ള മിക്കവരും തന്നെ ഡോൾഫിനെ കാണാൻ വേണ്ടി കുറേ നേരം നോക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും തന്നെ കാണാൻ പറ്റിയില്ല. നമ്മളിനി നേരെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തെടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ബോട്ടിൽ നമ്മൾ പോയ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ എറണാകുളത്തുനിന്ന് ഫോട്ടോഷീലൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും കാണുന്നതെന്ന്. പക്ഷേ ഒത്തിരി വ്യത്യസ്തമായ കാഴ്ചകൾ ഈ ബോട്ടിൽ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾ എറണാകുളത്തുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ട് യാത്രയൊന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.